മാസങ്ങൾ നീണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അതിൽ പീനൾട്ടിമേറ്റ് ഫേസ്, അതായത് അവസാന ഫേസിന് തൊട്ടുമുമ്പുള്ള ഘട്ടം ശനിയാഴ്ചയാണ്. ഈ 7 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നീട്ടി വെച്ചത് BJPയുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു അജണ്ടയായിരുന്നു. അതിന് ഇലക്ഷൻ കമ്മീഷൻ വഴങ്ങിക്കൊടുത്തു. അങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത് BJPയുടെ അജണ്ട സെറ്റ് ചെയ്യാൻ സഹായിക്കുമെന്ന് കരുതിക്കൂട്ടിയിട്ടാണ് BJP ഈ പരിപാടി ആവിഷ്കരിച്ചത്, ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിച്ചിട്ട്. പക്ഷെ അത് ബാക്ക്ഫയർ ചെയ്ത് ഒരു ബൂമറാങ് പോലെ, തിരിച്ചടി പോലെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവവികാസങ്ങൾ. ഓരോ ഘട്ടത്തിലും നീട്ടി ഈ ഇലക്ഷൻ മാറ്റി കൊണ്ടുപോയത് ഫലത്തിൽ BJPക്കുള്ള പ്രതീക്ഷകൾക്ക് തിരിച്ചടി ഉണ്ടാക്കി. അമിത പ്രതീക്ഷകൾക്ക്, പ്രതീക്ഷ BJPക്ക് ഉണ്ട്, ഇല്ലെന്നല്ല, അമിത പ്രതീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം പ്രഖ്യാപിച്ചത് 400 സീറ്റിലധികം ഞങ്ങളുടെ ലക്ഷ്യം, ലോക്സഭയിലെ ഏറ്റവും വലിയ ചരിത്രം കുറിക്കാൻ. ഇപ്പൊ BJPക്കാരും നേതാക്കളാരും 400 സീറ്റ് BJP സഖ്യത്തിന് കിട്ടുമെന്ന് പറയുന്നില്ല, NDAക്ക് കിട്ടുമെന്ന് പറയുന്നില്ല, അത് ഉപേക്ഷിച്ചു. ഇപ്പോഴത്തെ ചർച്ച ഞങ്ങൾ 300 കടക്കും. BJP കഴിഞ്ഞോടെ ഒറ്റയ്ക്ക് 303 നേടിയല്ലോ, ഉജ്ജ്വല വിജയം 2019. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ 300 കിടക്കും. അപ്പൊ അവിടെ 400 നേരം 300ലേക്ക് വന്നു, BJPക്കാർ തന്നെ പറഞ്ഞു തുടങ്ങി. അതിൻ്റെ അർത്ഥം BJPയുടെ അമിത ആത്മവിശ്വാസത്തിൽ ചോർച്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അതൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ്. 2, ഇപ്പൊ വന്നുവെന്ന് കേവല ഭൂരിപക്ഷം തന്നെ കിട്ടിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് BJP എത്തിയിരിക്കുന്നു ലോക്സഭയിൽ. അവിടെ ആശങ്കകൾ BJP ക്യാമ്പിലുണ്ട്. അപ്പൊ ഈ 3, 4, 5 ഘട്ടം തിരഞ്ഞെടുപ്പുകളിൽ നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ നടന്ന സീറ്റുകളിലെ മത്സരത്തിലൊക്കെ വരുന്ന ഫീഡ്ബാക്ക്, വിലയിരുത്തൽ BJPക്ക് അത്ര സുഖകരമല്ല. പ്രതിപക്ഷ സഖ്യം ഇന്ത്യ മുന്നണി മുന്നേറ്റം നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രതിപക്ഷ റാലികളിൽ തടിച്ചുകൂടിയ ജനങ്ങൾ, ഇപ്പൊ UPയിലൊക്കെ അഖിലേഷ് സിംഗ് യാദവും രാഹുൽ ഗാന്ധിയൊക്കെ പങ്കെടുത്ത റാലികളില് അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് എത്തിയത്. 2 റാലികൾ തിരക്ക് കാരണം നിർത്തിവെക്കേണ്ടി വന്നു. പ്രസംഗം നടത്താൻ പറ്റില്ല, സ്റ്റേജിൽ നേതാക്കൾക്ക് പ്രസംഗിക്കാൻ സാധിച്ചില്ല. അഖിലേഷ് സിംഗ് യാദവ് ഒറ്റയ്ക്ക് നടത്തിയ കഴിഞ്ഞ ദിവസത്തെ റാലിയും ക്യാൻസൽ ചെയ്യേണ്ടി വന്നു തിരക്ക് കാരണം. ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു പ്രതീതി എങ്ങനെ വന്നു? UPയിൽ പ്രത്യേകിച്ചും 80 ലോക്സഭാ സീറ്റുള്ള UPയിൽ കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷം 70-ൽ പരം സീറ്റുകൾ, 74ഓളം സീറ്റുകളാണ് BJP നേടിയത്. അപ്പോൾ UPയിലെ സീറ്റ് കുറഞ്ഞാൽ മോഹങ്ങളെല്ലാം ഇല്ലാണ്ടാവും. UP മാത്രമല്ല, രാജസ്ഥാൻ, ഡൽഹി, അതുപോലെ ബീഹാർ, പഞ്ചാബ്, ഹരിയാന, ഇവിടെയൊക്കെ BJPക്ക് സീറ്റുകൾ കുറയും. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സീറ്റുകൾ കൂടാൻ സാധ്യത എന്നാണ് പറയുന്നത്. അവിടെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. ചെറിയ സംസ്ഥാനങ്ങൾ, അതായത് സപ്തസുന്ദരികൾ എന്ന് പറയുന്ന 7 നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ, അവിടെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. എല്ലാം കൂടെ ഏറിയാൽ 50 സീറ്റുകൾ. ബാക്കി എവിടുന്ന് പിടിക്കും ഭൂരിപക്ഷം സംഘടിപ്പിക്കാൻ? 270 മറികടക്കാൻ എവിടെ പിടിക്കും? തെക്കേ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കിട്ടുമെന്ന് പറയുന്നത്, ചിലപ്പോൾ കുറച്ച് സീറ്റ് കിട്ടുമായിരിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്ന് BJP അറിഞ്ഞു തുടങ്ങി. മഹാരാഷ്ട്രയിലെ സ്ഥിതി BJPയുടെ മോശമാണ്, BJP സഖ്യത്തിന്റെ മോശമാണ്. ഇവിടെയാണ് ഞങ്ങൾ ഒരു കാര്യം പറയുന്നത്. കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ കേജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്, ഇടക്കാല ജാമ്യം സുപ്രീം കോടതി കൊടുത്തിട്ട് ഇറങ്ങിയിട്ട് കേജ്രിവാൾ പൊട്ടിച്ച പൊളിറ്റിക്കൽ ബോംബുകൾക്ക് ചുറ്റും തിരികെയാണ് ദേശീയ രാഷ്ട്രീയം. അതായത് BJPയെ ഈ ഒഫൻസീവിൽ നിന്ന്, ആക്രമണ രാഷ്ട്രീയത്തിൽ നിന്ന് ഡിഫൻസിലേക്ക്, പ്രതിരോധ രാഷ്ട്രീയത്തിലേക്ക്, സ്വന്തം തടി രക്ഷപ്പെടുത്താനുള്ള രാഷ്ട്രീയത്തിലേക്ക് ഗതിവിഗതികൾ തിരിച്ചുവിടാൻ കേജ്രിവാളിന് സാധിച്ചു എന്നുള്ളതാണ്. 2 പ്രസംഗങ്ങളിലൂടെ സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. ഇതുവരെ രാഹുൽ ഗാന്ധിക്കോ മറ്റ് പ്രതിപക്ഷ നേതാക്കൾക്കോ പറ്റാത്തൊരു കാര്യമാണ് കേജ്രിവാൾ കാണിച്ചത്. കാരണം കേജ്രിവാൾ വളരെ മർമ്മത്ത് കുത്തുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനാണെന്ന് പലതവണ തെളിയിച്ചിട്ടുണ്ട്. അണ്ണാ ഹസാരെ പ്രസ്ഥാനത്തെ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അതിനെ മാറ്റി തീർത്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഡൽഹിയിൽ
വൻ ഭൂരിപക്ഷത്തോടെ 2 തവണ അധികാരത്തിൽ വന്നതാണ്. 70 സീറ്റുള്ള ഡൽഹിയിൽ 2015 70 67 സീറ്റുകളിൽ AAP ജയിച്ചത്. ഇപ്പോൾ 2020 ആകെയുള്ള ഈ 70 62 സീറ്റുകളിലും AAP ജയിച്ചത്. 2025 5 കൊല്ലം തികയുമ്പോൾ അടുത്ത വർഷം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. അവിടെയും BJPക്ക് പ്രതീക്ഷയില്ല എന്ന നിലയ്ക്ക് കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ഡൽഹി മദ്യനയ കേസ് ഒരു കള്ളക്കേസാണ്. സത്യം പറഞ്ഞാൽ ഒരു തെളിവും ഇതുവരെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന നിയമത്തിന്റെ പരിധിയിൽ പിടിച്ച് ജയിലിട്ടിരിക്കുകയാണ് കേജ്രിവാളിനെ ഉൾപ്പെടെയുള്ള നേതാക്കളെ, മറ്റുള്ളവരെ. ഇതുവരെ ഈ കൈക്കൂലി കൊടുത്തതിന്റെ തെളിവ് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ കേസ് എവിടെ എത്തും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കുറെ കഴിയുമ്പോൾ അത് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലാണ് കേജ്രിവാൾ രണ്ടാമത്തെ പൊളിറ്റിക്കൽ ബോംബ് കഴിഞ്ഞ ദിവസം പൊട്ടിച്ചത്. അദ്ദേഹം പൊട്ടിച്ച ആദ്യ ബോംബ് എന്തായിരുന്നു? അതിനു ചുറ്റും ദേശീയ രാഷ്ട്രീയം തിരിയാൻ തുടങ്ങി. മോദി BJP ജയിച്ചാൽ മോദി വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് 6 മാസത്തിനുള്ളിൽ അദ്ദേഹം സ്ഥാനമൊഴിയും, 75 വയസ്സ് തികയുമ്പോൾ. അപ്പോൾ അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കിയിട്ട് പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് മോദി ഉദ്ദേശിക്കുന്നത്. വെടിപൊട്ടിച്ചത്, ബോംബ് പൊട്ടിച്ചത് കേജ്രിവാളാണ്. വേറൊരു പ്രതിപക്ഷ നേതാവിനും സാധിച്ചില്ല. അതാണ് കേജ്രിവാളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അതിനു ചുറ്റും ദേശീയ രാഷ്ട്രീയം തിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഇനി 2, യോഗി ആദിത്യനാഥ് UPയിലെ കരുത്തനായ BJPയുടെ മുഖ്യമന്ത്രിയെ 2 മാസം കഴിഞ്ഞാൽ അവിടുന്ന് പുറത്താക്കും. മോദി അമിത്ഷാ ദ്വന്ദ്വം പുറത്താക്കുമെന്ന് പരസ്യമായിട്ട് പ്രതികരിച്ചു. അതിനെതിരെ ആദിത്യനാഥ് വരെ രംഗത്ത് വരേണ്ടി വന്നു. പിന്നെ അമിത്ഷായ്ക്കുമൊക്കെ പ്രസ്താവന നടത്തേണ്ടി വന്നു. അതായത് ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നതിനെതിരെ പ്രതികരിക്കേണ്ടി വരിക. സാധാരണ മിണ്ടാണ്ടിരിക്കുകയാണല്ലോ ചെയ്യുക, BJP ചെയ്യുക, മോദിയും അമിത്ഷായും ഒക്കെ. ഇപ്പൊ ഇത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? BJPക്ക് ഒരു ഭയമുണ്ട്, ഒരാശങ്കയുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആദ്യം പറഞ്ഞ 400, പിന്നെ അത് 300 ആക്കി. ഇപ്പൊ BJP തന്നെ 400 പറയുന്നില്ല സീറ്റുകൾ സഖ്യവും NDA സഖ്യത്തിന്. ഇപ്പൊ 300 കടക്കുമെന്നാണ് പറയുന്നത്. 303 കഴിഞ്ഞ തവണ നേടിയതുപോലെ. പിന്നെ അവസാനം വന്നിരിക്കുന്നത് കേവല ഭൂരിപക്ഷത്തിലെങ്കിലും എത്തും എന്നാണ്. എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയുടെ മണ്ണിൽ, ഹിന്ദി ഹെർട്ട്ലാൻഡിൽ, പശുബെൽറ്റില് BJPക്ക് പലയിടത്തും അടി പതറുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം. ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഡൽഹി ഉൾപ്പെടെ BJPക്ക് സീറ്റുകൾ കുറയുകയാണ് ഉണ്ടാവുക. ഹരിയാനയിലും ബീഹാറിലും പഞ്ചാബിലും രാജസ്ഥാനിലും ഈവൻ UPയിലും ആ ഒരു കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പൊ അതാണ് ആദ്യം കേജ്രിവാൾ പൊട്ടിച്ച ബോംബ്, പൊളിറ്റിക്കൽ ബോംബ്. 2, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, ഞാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ല, അത് അധികാര കൊതി ഉണ്ടായിട്ടല്ല. ഞാൻ രാജിവെച്ചാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് അതൊരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും. പിന്നെ അടുത്ത ടാർഗറ്റ് മമതാ ബാനർജി ആയിരിക്കും, വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ. പിന്നെ ചെന്നൈയിലെ, തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ ആയിരിക്കും അടുത്ത ടാർഗറ്റ്. പിന്നെ പിണറായി വിജയൻ ആയിരിക്കും അടുത്ത ടാർഗറ്റ്. അതായത് ഞാൻ രാജിവെച്ചാൽ ഈ പഴുതുപയോഗിച്ചുകൊണ്ട് മമതാ ബാനർജിക്കെതിരെ കേസെടുക്കാൻ മോദി സർക്കാർ തയ്യാറാവും. അവരെ പിടിച്ച് ജയിലിലിടും. അതുപോലെ സ്റ്റാലിനെതിരെ കേസെടുക്കും, ജയിലിലിടും. പിണറായി വിജയനെതിരെ കേസെടുക്കും, ജയിലിലിടും. ഇവരെല്ലാം രാജിവെക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ രാജിവെക്കാത്തത്. അതെന്തൊരു വ്യൂ പോയിന്റ് ആണെന്ന് നമ്മൾ ആലോചിക്കണം. വേറെ ആരും പറയാത്തൊരു കാര്യമാണ്. അദ്ദേഹം ഇപ്പം ജൂൺ 2-ന് അദ്ദേഹം ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വരും, 2-നുള്ളിൽ, 1-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞാൽ. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹം സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുകയാണ്. എന്താണ് കാര്യം? അദ്ദേഹം സുപ്രീം കോടതിയിലെ അടുത്ത ഹർജി കൊടുക്കാൻ പോവുകയാണ്. അതായത് തിഹാർ ജയിലിലേക്ക് തിരിച്ചു പോയി കഴിയുമ്പോൾ ഡൽഹി ചീഫ് മിനിസ്റ്ററായിട്ട് തിഹാർ ജയിലിൽ ഇരുന്ന് ഭരണ നേതൃത്വം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ എനിക്ക് ഒരുക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി, തനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി കേജ്രിവാൾ സുപ്രീം കോടതി കൊടുക്കാൻ പോവുകയാണ്. അദ്ദേഹം ഇന്നലെ അനൗൺസ് ചെയ്ത് പ്രഖ്യാപിച്ചു. അതിന് ഏത് വഴിക്ക് പോകുന്നതായിരിക്കും. അതായത് BJP സർക്കാരിനെ, നരേന്ദ്രമോദി സർക്കാരിനെ എപ്പോഴും ഡിഫൻസീവിലേക്ക് തള്ളിവിടാനുള്ള ഒരു പൊളിറ്റിക്സ് ആണ് കേജ്രിവാൾ എപ്പോഴും പുറത്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇത് പറയാൻ, ഈ ഹർജി കൊടുക്കാനുള്ള ബലം എവിടെ നിന്ന് കേജ്രിവാളിന് കിട്ടി? അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേജ്രിവാൾ ജയിലിൽ പോയ സ്ഥിതിക്ക് അദ്ദേഹം അക്യൂസ്ഡ് മാത്രമാണ്, കുറ്റാരോപിതൻ. അദ്ദേഹം കൺവിക്റ്റ് അല്ല, കുറ്റവാളിയായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഒരു കോടതിയിൽ. അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടില്ല. ആ നിലയ്ക്ക്
ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കണം, അല്ലെ രാജിവെക്കാൻ നിർബന്ധിക്കണം എന്ന് പറഞ്ഞ ഹർജികൾ തള്ളി. രണ്ട് കോടതികളും തള്ളിയിട്ട് പറഞ്ഞത് അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ ഞങ്ങൾക്ക് അധികാരമില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ്? അതാണ് ജനാധിപത്യത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഒരു മോദി വിചാരിച്ചാൽ, BJP വിചാരിച്ചാൽ, അമിത്ഷാ വിചാരിച്ചാൽ, ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടാൽ അദ്ദേഹം അങ്ങ് രാജിവെച്ചങ്ങ് പൊക്കോളും. പിന്നെ ആം ആദ്മി പാർട്ടിയെ പിളർത്തി ടോപ്പിൾ ചെയ്ത് അട്ടിമറിച്ചിട്ട് തങ്ങൾക്കെതിരെയുള്ള പ്രധാന ഫോഴ്സിനെ, ശക്തിയെ ദുർബലപ്പെടുത്താമെന്നാണ് നരേന്ദ്രമോദിയും അമിത്ഷായും വിചാരിച്ചത്. അവിടെയാണ് കേജ്രിവാൾ തിരിച്ചടിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിവ സുപ്രീം കോടതി തീരുമാനിക്കണം. ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് തുടരാൻ കോടതി തടസ്സമില്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ തിഹാർ ജയിലിൽ ഇരുന്നുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ പിന്നെ എനിക്ക് ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ച് ആവശ്യപ്പെടാൻ പോവുകയാണ്. കാര്യങ്ങളുടെ പോക്ക് മനസ്സിലായല്ലോ. ഇനി 2 ഘട്ട ഇലക്ഷൻ നടക്കാനിരിക്കുന്നു. ശനിയാഴ്ചയും അവസാനം ലാസ്റ്റ് ഫേസ്. ഇത് ദേശീയ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും എന്ന് നമ്മൾ കണ്ടുകൊള്ളുക. പിന്നെ ഈ സ്വാതി മലിവാൾ കേസ് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സ്വാതി മലിവാൾ ആരാണ്? AAPയുടെ രാജ്യസഭാ MP. അവർ നേരത്തെ ഡൽഹി വിമൻ കമ്മീഷന്റെ ചെയർപേഴ്സണായിരുന്നു. AAPയുടെ പ്രതിനിധിയായിട്ട് ചെയർപേഴ്സണായി, പിന്നെ രാജ്യസഭാ MP ആയി അവരെ തെരഞ്ഞെടുത്തു. ഈ കേജ്രിവാൾ കേസ് അറസ്റ്റായത് ഈ സമയത്തെല്ലാം കുറെ മാസങ്ങളായിട്ട് ഇവർ നിശബ്ദയായിരുന്നു. ഇവരൊന്നും വേണ്ടിയിട്ടില്ല കേജ്രിവാളിനോ ആം ആദ്മി പാർട്ടിക്കോ അനുകൂലമായിട്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മലിവാൾ, ഈ പറയുന്ന സ്വാതി മലിവാൾ ഇടയ്ക്ക് BJPയുമായിട്ടൊരു രഹസ്യ കമ്മ്യൂണിക്കേഷനിലേക്ക് പോയി എന്നാണ് AAP ഉന്നയിക്കുന്ന ആരോപണം. അല്ലെങ്കിൽ AAPയുടെ പരമോന്നത നേതാവായ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു പ്രതിഷേധം പോലും, ഒരു പ്രസ്താവന പോലും ഇറക്കാത്ത സ്വാതി മലിവാൾ AAPയുടെ ആളായിട്ട് ഇപ്പൊ പരിഗണിക്കപ്പെടണം. പിന്നെന്താണ് സംഭവിച്ചത്? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചോദ്യം ചെയ്യലാണ്. പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. അതൊക്കെ വലിയ നാടകമാണ്, അറസ്റ്റ് നാടകം. അതൊക്കെ പറയാനിരുന്നാൽ ഈ വീഡിയോ നീണ്ടുപോകും. അത് ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറയാം. പിന്നെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? 76 വയസ്സായ കേജ്രിവാളിന്റെ അമ്മയെ, 85 വയസ്സായ അച്ഛനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു പോലീസ്. അതിനെതിരെ കേജ്രിവാൾ പ്രസ്താവന ഇറക്കിയപ്പോൾ അത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. കാരണം അത് തിരിച്ചടിയാകുമെന്ന് ഭയന്നു. BJP നേതൃത്വം പറഞ്ഞു കാണും തൽക്കാലം വേണ്ട. അതായത് കാഴ്ചയും കേൾവിയും ഒക്കെ പ്രശ്നങ്ങളുള്ള, പ്രായാധിക്യമുള്ള കേജ്രിവാളിന്റെ അച്ഛനെ ചോദ്യം ചെയ്യാൻ പോകുന്നു. ആരോഗ്യ പ്രശ്നമുള്ള അമ്മയെ ചോദ്യം ചെയ്യാൻ പോകുന്നു. കാര്യം എന്താണ്? ഈ സ്വാതി മലിവാൾ അവിടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ചെല്ലുമ്പം ഇവര് അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. അതുകൊണ്ട് അവരെയും ചോദ്യം ചെയ്യണം. മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രധാനമന്ത്രി എല്ലാ അതിരുകളും ലംഘിക്കുന്നു എന്നാണ് തന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതിനെ കുറിച്ച് കേജ്രിവാൾ പ്രതികരിച്ചത്. അത് അടുത്തൊരു ബോംബായി. അതുകൊണ്ട് അതിൽ നിന്ന് ഡൽഹി പോലീസ് പിന്മാറി എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. ഇനി മലിവാളിന്റെ കേസ് നടക്കട്ടെ. അതിന്റെ 2 വേർഷനുണ്ട്. മുഖ്യമന്ത്രിയെ കാണാൻ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് വാങ്ങാതെയാണ് മലിവാൾ അവിടെ വന്നത്. ഇത്രയും കാലം മിണ്ടാതിരുന്ന മലിവാൾ ഇപ്പൊ വന്നത് എന്തിനാണ്? അവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ വന്നു. അവിടെ തർക്കിക്കുന്നു. ഓഫീസിലുള്ള റിസപ്ഷനിൽ ഇരിക്കുന്നവരായിട്ട് തർക്കിക്കുന്നു. ഉടനെ വൈഭവ് കുമാർ അവിടെ വരുന്നു, പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട. അയാളുമായിട്ട് തർക്കിക്കുന്നു. അങ്ങനെ അവിടെ ഒന്നും തള്ളും ഉണ്ടാകുന്നു. അപ്പൊ അവരൊക്കെ ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയെ കാണാൻ പെർമിഷൻ, പ്രിയർ അപ്പോയിന്റ്മെന്റ് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പൊ കാണാൻ ബുദ്ധിമുട്ടാണ്, അകത്ത് വേറെ ആൾക്കാരുണ്ട്, സന്ദർശകരുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കിയപ്പോൾ അവര് പെട്ടെന്ന് വയലന്റ് ആയി എന്നതാണ് ഒരു വേർഷൻ. പിന്നെ അവരവിടുന്ന് പോലീസിനെ വിളിക്കുക, ഡൽഹി പോലീസിനെ. ഇതൊക്കെ ഒരു നാടകമാണെന്ന് ഇത് കൃത്യ വീഡിയോ നോക്കുന്നവർക്ക് മനസ്സിലാവും. പിന്നെ അത് കോടതിയിൽ സബ് ജുഡീസ് വിഷയമാണ്. ഞങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അത് കോടതി അന്വേഷിക്കട്ടെ, എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കട്ടെ. പക്ഷേ ഇത്രയും നാള് AAP എന്ന് പറയുന്ന പാർട്ടി ഇത്രയും ക്രൈസിസ് പെട്ടപ്പോൾ അതിന് AAPക്ക് അനുകൂലമായിട്ടൊന്നും മിണ്ടാതിരുന്ന ഒരു രാജ്യസഭാ MP ആ പാർട്ടിയുടെ ശത്രുവോ മിത്രമോ? ഇത് മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും വ്യക്തമായ ചോദ്യം. ഈ സ്വാതി മലിവാളിനെ ആഘോഷിക്കുന്നവര് ആലോചിക്കേണ്ടുന്ന കാര്യം അതാണ്. ഇനി ആ കേസിന്റെ വഴിക്ക് പോട്ടെ. ഞങ്ങളതിന്റെ പിന്നാമ്പുറം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി അമിത്ഷാ സഖ്യം ഏറ്റവും ഭയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് അരവിന്ദ് കെജ്രിവാളാണ്. അതെന്തുകൊണ്ടാണ്?
BJPയുടെ വോട്ട് ബാങ്കിലേക്ക് നുഴഞ്ഞു കയറാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ നേതാവ് വടക്കേ ഇന്ത്യയിൽ കേജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണെന്ന് BJP തിരിച്ചറിഞ്ഞു. സോ കേജ്രിവാൾ നമ്പർ 1 ശത്രുവാണ് BJPക്ക്, നരേന്ദ്രമോദിക്ക്. അദ്ദേഹത്തെ ഇല്ലാണ്ടാക്കണം, ആ പാർട്ടിയെ ടോപ്പിൾ ചെയ്യണം, അട്ടിമറിക്കണം, അതിനെ പല പല കഷ്ണങ്ങളാക്കി അവിടുത്തെ MLA-മാരെ വിലക്കെടുക്കണം, പലയിടത്തും ചെയ്ത് ഗവൺമെന്റ് മാറ്റിയതുപോലെ അങ്ങനെ മാറ്റാനാണ് നോക്കുന്നത് എന്ന് കേജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ സത്യം? അപ്പോൾ BJP എതിർക്കുന്ന പ്രധാന പാർട്ടിയെ തകർക്കുക, അതിന് പണസ്വാധീനം, അധികാരം, അതുവഴി ഡൽഹി പോലീസിനെ ഭരിക്കുന്നത് കേന്ദ്ര സർക്കാർ, അങ്ങനെ കേസുകൾ ഉണ്ടാക്കുക. ഡൽഹി മദ്യനയ കേസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഒരു പാർട്ടി എങ്ങനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഇതാണ് കേജ്രിവാൾ ഉന്നയിക്കുന്ന വിഷയം. അപ്പോൾ ഇലക്ഷൻ്റെ അവസാന ഘട്ടവും കഴിയുമ്പോൾ ജൂൺ 4 വോട്ട് എണ്ണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്തായാലും BJPയുടെ അമിത വിശ്വാസം ചോർന്നിരിക്കുന്നു, അതൊരു സത്യമാണ്. കേവല ഭൂരിപക്ഷമെങ്കിലും കിട്ടിയാൽ മതി എന്ന ഒരു നിലപാടിലേക്ക് BJP താഴേക്ക് വന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വസ്തുത. മൂന്നാമത്തെ വസ്തുത, ഇന്ത്യ മുന്നണി പ്രതിപക്ഷ സഖ്യത്തിന് ചില പ്രതീക്ഷകൾ വരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ തൂക്ക് പാർലമെന്റ് വന്നാലും ശരി. ഇനി ഇതിനകത്തെല്ലാം കൂടെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. BJP എങ്ങനെയെങ്കിലും 250 സീറ്റെങ്കിലും നേടിയാൽ മണി പവർ കൊണ്ട്, വേണം കോടികൾ കയ്യിലുണ്ട്, മണി പവർ കൊണ്ട് മറ്റ് ജയിച്ചു വന്ന MP-മാരെ വിലയ്ക്ക് വാങ്ങാൻ BJP ശ്രമിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കും. അങ്ങനെ വിലയ്ക്ക് വാങ്ങാൻ വരുമ്പോൾ വിലയ്ക്ക് വിൽക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന കുറെ MP-മാരുണ്ടാവും ഒരു പാർട്ടിയിൽ നിന്ന്, ജയിച്ചു വരുന്ന പാർട്ടി ഏതറിയാമോ? കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വരുന്ന MP-മാരെ വിലക്കെടുക്കാമെന്ന് BJPക്ക് അറിയാം, മോദിക്കും അമിത്ഷായ്ക്കും അറിയാം. വേറെ ഒന്നും വിലയ്ക്ക് വാങ്ങാൻ കിട്ടില്ല എന്ന് അവർക്കറിയാം. അപ്പൊ നടക്കാൻ പോകുന്ന വലിയ രാഷ്ട്രീയ നാടകം അങ്ങനെ ആയിരിക്കും, ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ. ഒരു സംശയവും ഞങ്ങൾ ഇക്കാര്യത്തിലില്ല.